പാവപ്പെട്ട പിറ്റ കുഞ്ഞിനെ കൊന്നിട്ട് തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കുഞ്ഞ് മരിച്ചതിൽ വ്യാപക പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. ഡോക്ടറെ അറസ്റ്റ് ചെയ്യാതെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകില്ലെന്ന നിലപാടിലാണ് കുടുംബം. ആശുപത്രിയിലെത്തിയ ആരോഗ്യവകുപ്പിന്റെ വിദഗ്ധ സംഘം കുടുംബവുമായി ചർച്ച നടത്തി. വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകരടക്കം RDOയെ ഉപരോധിച്ചതിനെ തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. അതിനിടെ ആരോപണ വിധേയായ ഡോക്ടർ ബിന്ദു സുന്ദറിനെ സ്ഥലം മാറ്റി. ബന്ധുക്കളുടെയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. കൊണ്ടുപോകും. കാരണം നാളെ ഇതേപോലെ നടക്കില്ല, പ്രാർത്ഥന പോലെ എന്റെ കുട്ടി എന്തായാലും പോയി. പക്ഷെ നാളെ ഇതേപോലെ പ്രാർത്ഥന പോലെ നടക്കാനേ പാടില്ല. പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചാനലുകാർ ചോദിക്കൊണ്ട് പറയണില്ല. പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡോക്ടറുടെ മുറിയിലെത്തിയാണോ പണം നൽകിയത്? മുറിയിൽ തന്നെ കൊടുത്തത്. അങ്ങനെ തന്നെയാണ്. അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞിട്ടില്ല ഇത്ര വെച്ച് ഫീസ് വെച്ച് കൊടുക്കുന്ന ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. 2 പ്രാവശ്യം റൂമിൽ പോയിട്ടില്ല. പിന്നോടല്ല ഇവിടെ ആശുപത്രിയിൽ വന്നിട്ടാണ് കണ്ടിട്ടുള്ളത്. എത്ര രൂപയാണ് ഡോക്ടർ ആവശ്യപ്പെട്ടത്? ഞാൻ 5000 രൂപ എടുത്തിട്ടുണ്ട്. ആവശ്യപ്പെട്ടിട്ടാണ് കൊടുത്തത്. എന്നിട്ടുണ്ടല്ലോ ഇവിടെ കിടന്നതിന് ശേഷം ഇന്നലെ കൊണ്ടുപോയിട്ടുണ്ടല്ലേ. ഇപ്പം പ്രസവം നടക്കും. 12 മണിന്ന് പറഞ്ഞവരാണ് പറഞ്ഞോണ്ടല്ലേ. എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ആംബുലൻസിൽ പോയി ഓടിച്ചുകൊണ്ട് അവിടെ കയറ്റിയിട്ട് ചെന്ന് കയറുന്ന മുമ്പേ പ്രസവം കഴിഞ്ഞു. എൻ്റെ മാമിയുടെ തുണിയും മാറ്റി പ്രസവം കഴിഞ്ഞ് ഡീസൻ്റായി. എന്നിട്ട് കയറിപ്പോയി പറയാൻ മോനെ ഞാനല്ല പ്രസവം എടുത്തത്, ഞാനല്ല മോനെ പ്രസവം എടുത്തത്. അപ്പം ചത്ത കൊച്ചിനെ കണ്ട അറിഞ്ഞുകൂടി. ഞാൻ പ്രായമില്ലാത്തന്നെ മണ്ടനായി. എന്നിട്ട് അപ്പം ആ കൂടെ നിന്ന് ഡോക്ടർമാരും പിന്നെ ഞാൻ എൻ്റെ ഭാര്യയ്ക്കല്ലേ കുഴപ്പമുണ്ട എന്ന് ചോദിച്ചാൽ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല. അപ്പം പിന്നെ ഈ പ്രസവം എടുത്താൽ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് എന്താ പറയണത് അവർ തന്നെയാണ് എടുത്തത്. ആ കൂടെ നിൽക്കണവരാ കൂടെ വർക്ക് ചെയ്യണവരെ ചതിക്കണവരാണ്. അപ്പം പിന്നെ എന്നെ ഭാര്യയും ചതിച്ചിട്ടില്ല. മരിച്ച കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ ഡോക്ടർക്കെതിരെ ഉണ്ട്. ഡോക്ടർ പണം വാങ്ങിയിരുന്നു എന്ന ആരോപണം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നു നെടുമങ്ങാട് നിന്ന്. സാരംഗ്, വലിയ പ്രതിഷേധമാണ് ഇന്നലെ മുതൽ അരങ്ങേറുന്നത്. അതായത് ആ കുഞ്ഞിൻ്റെ മരണത്തിൽ ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവുണ്ട്. ഡോക്ടർക്കെതിരെ നടപടി വേണം, ഡോക്ടറെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. അതിനിടെ ഡോക്ടറെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും അവിടെ പ്രതിഷേധം നിലനിൽക്കുകയാണോ? അതായത് പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമായും ഇവരാവശ്യപ്പെടുന്നത് ഒരു ചികിത്സാ പിഴവിൻ്റെ ഒരു പരമ്പര തന്നെയാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. അതായത് തുടർച്ചയായി ഇവിടെ ചികിത്സാ പിഴവ്, ഒരേ ഡോക്ടർ തന്നെ പല ആരോപണ വിധേയരാകുന്നു എന്നടക്കമുള്ള രീതിയിൽ ആരോപണ വിധേയം. ഇപ്പോൾ കുഞ്ഞിനെ, അതായത് 36 വയസ്സുള്ള യുവതിയാണ് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. അതോടൊപ്പം കുഞ്ഞിൻ്റെ കുടുംബം ചേരുന്നുണ്ട്. എന്താണമ്മ? ഇന്നലെ രാവിലെ 4:30 മണിക്ക് സിസറിയൻ, 12 മണിക്ക് ശേഷം പ്രസവിച്ചില്ലെങ്കിൽ സിസറിയനാണെന്ന് പറഞ്ഞ് കൂടെ വന്ന് ഒരു 11 മണിയായപ്പോഴും വെള്ളം പൊട്ടിപ്പോയി. പിന്നെ ഇവർ 2 മണി വരെ 2:20 വരെ ഇട്ട് കഷ്ടപ്പെടുത്തി, കൊച്ചിനെ കഷ്ടപ്പെടുത്തി ഇവിടെ ഇട്ടിട്ട് ഒരു 2:20 ആയപ്പോൾ ഇവിടെ നിന്ന് ആംബുലൻസ് വന്ന് കൊണ്ടുപോയി. ഞങ്ങളെല്ലാവരും തുണിയും കൊണ്ട് അവിടെ തുണിയെല്ലാം എടുത്ത് ഓടി ചെന്നപ്പോൾ തുണി ഇഞ്ഞ് തരിയെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ബ്ലഡ് കൊണ്ടുപോകാമെന്ന് വിളിച്ചു. അപ്പോഴേ എൻ്റെ മോൻ ഓടി അവിടെ ചെന്ന് ബ്ലഡൊക്കെ ഒരു സിസ്റ്ററും കൂടെ ഓടി ചെന്ന് അതിനെ കൊണ്ടുവന്ന്. എന്നിട്ട് പറഞ്ഞ് കുഞ്ഞ് മരിച്ചു പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ അതെന്ത് കുഞ്ഞ് ഇവിടെ അവരിവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴേ കുഞ്ഞിനെ അനക്കാൻ വെച്ചാണ് കൊണ്ടുപോകും. അതിനുള്ള സാധനം വച്ചാണ് കൊണ്ടുപോകണത്. അപ്പോൾ അവിടെ ചെന്ന് കയറിയപ്പോഴാണ്ട അത് ഇവർ പറയും. ചെന്ന് കയറിയപ്പോഴും ഒരു കുഴപ്പവും ഇല്ലായിരുന്നാണ് പറയണത്. അവിടെ ചെന്നിട്ട് നടന്ന സംഭവമാണിത്. എന്താണ് വിശദീകരണം? ഡോക്ടർ പറയണത്
ഡോക്ടർ പറഞ്ഞു കൊടിവള്ളി ചിറ്റി ഒരു പുളി, അതൊന്നും അല്ല സംഭവം. 35 വയസ്സായ അവന് കുഞ്ഞ് ജനിച്ച ജീവിക്കില്ല. ഇതൊക്കെയാണ് ഡോക്ടറെ വർത്തമാനം. ഇതൊന്നും ഒരു ന്യായമൊന്നുമല്ല. ഡോക്ടറെ കയ്യിലുള്ള കൈപ്പഴയാണ് ഈ വന്നത്. അത്രയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സ്ഥലം മാറ്റിയാലും ഇനി വേറെ അങ്ങോട്ട് ചെന്ന് ആരെങ്കിലും ഇതേപോലെ കൊല്ലേയില്ലേ? എൻ്റെ കുഞ്ഞ് മരിച്ചെങ്കിൽ ഇനിയുള്ള ഒരു മനുഷ്യർക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥ വരരുത്. ഇവർ വീട്ടിൽ ചെന്നിരിക്കട്ടെ. വീടാണ് ഇവർക്ക് പറ്റിയത്. ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു നീതി വേണം. ഞങ്ങളെ കുഞ്ഞിനെ കൂടെ ഞങ്ങൾക്ക് എടുക്കണം. അതിനുള്ള ഒരു നീതി ഞങ്ങൾക്ക് വേണം. ഇവരെ പിന്നെ വിടണം. ഇവിടെന്നല്ല ഇവരിനി വേണ്ട. ഡോക്ടർ ഇതിന് ഇവർ അർഹയല്ല. എൻ്റെ പേര് നിർമ്മല. എൻ്റെ മകളുടെ പേര് രഞ്ജന കൃഷ്ണൻ്റെ അമ്മയാണ് ഞാൻ. 23-ാം തീയതി ഇവിടെ അഡ്മിറ്റ് ആവാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ 9-ാം മാസത്തിലെ സ്കാനിങ് റിപ്പോർട്ട് കാണിക്കാനായിട്ട് വന്നപ്പോൾ ഇവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നു. എന്നിട്ട് 2 ദിവസത്തിനകത്ത് പ്രസവം എന്ന് പറയുന്നു. ഞാനും ഉണ്ട്. ഇന്നലെ വെളുപ്പിന് 4 മണിക്ക് വന്ന നേഴ്സ് തട്ടി വിളിച്ചിട്ട് പറയുന്നു പിന്നെ ലേബർ റൂമിലോട്ട് വരാൻ പറയുന്നു. ഞാൻ ബാത്റൂമിൽ പോയിട്ട് വന്നു. അവൾ വന്ന് ഞാൻ 4:30 വന്ന 4:45 ഞാൻ ലേബർ റൂമിൽ കയറിയപ്പോൾ പിന്നെ ട്രിപ്പിലാണ് നോവ് വരാനുള്ള ട്രിപ്പിലാണ് എന്ന് പറഞ്ഞു. ഇവർക്ക് ഒരു അസുഖവും ഇല്ല. 25-ാം തീയതി കഴിഞ്ഞിട്ടേ കറക്റ്റായിട്ട് ഈ നോവ് വരുവുള്ളായിരുന്നു. ഇവർ ഇട്ടിരിക്കണേ 27-ാം തീയതി ആകുമ്പോഴേ പൂർണ്ണമാവുള്ളൂ. 9 പൂർണ്ണമാവുള്ളൂ. അപ്പം ഞാനൊരു പെറ്റ അമ്മയാണ്. 2 മക്കൾ എനിക്കുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ ഇരുന്ന് 9 മണിയാകുമ്പോൾ 11 മണി വരെ അമ്മ നോക്കിയിട്ട് പ്രസവം അല്ലെങ്കിൽ നമുക്ക് 12 മണിക്ക് അകത്ത് ഡെലിവറി സിസേറിയൻ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 12 മണിയും കഴിഞ്ഞ് 1 മണിയും കഴിഞ്ഞ് 2 മണിയും കഴിഞ്ഞ് ഇവളുടെ നിലവിളി അല്ലാതെ വേറെന്നെങ്കിൽ നമുക്ക് ഇരിക്കാം. അപ്പോൾ ഈ 4 മണി തൊട്ട് ഈ 2 മണി വരെ ലേബർ റൂമിൽ ഞങ്ങൾ നിൽക്കുകയാണ് ചെയ്യണം. അവിടെ ഇരിക്കാൻ സ്റ്റൂളോ മറ്റുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ നിൽക്കുകയാണ് ചെയ്യണം. എല്ലാവരും അമ്മമാരും മൊത്തം നിൽക്കുകയാണ് ചെയ്യണം. അവിടെ നിന്ന് എന്നോട് പറഞ്ഞ് വേഗം ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞു സിസേറിയൻ ചെയ്യാമെന്ന്. ഞാൻ എൻ്റെ മരുമാൻ്റെ പറഞ്ഞ് ആംബുലൻസ് വിളിക്കുന്നു. നടയിൽ ആംബുലൻസ് വന്ന് ഞാൻ കൂടെ കയറി വന്ന് എൻ്റെ മോളെ ലേബർ റൂമിൽ കയറ്റി ഞാൻ ചെന്ന് കസലിൽ ഇരിക്കുന്ന മുമ്പേ അവർ തുണിക്ക് ചോദിക്കുന്നു. 7 മിനിറ്റിനകത്ത് അവർ സിസേറിയൻ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് പിന്നെ അറിയുന്നത് അവർക്ക് പൈസ നമ്മളെ റൂമിൽ ചെന്ന് പൈസ കൊടുത്തില്ല. അതും 3,000, 2,000 ഒന്നും വാങ്ങില്ല. 5,000 രൂപ തന്നെ അവർക്ക് കൊടുക്കണമെന്നാണ്. 5,000 രൂപയ്ക്ക് ഈ ഒരു ഡോക്ടർ പിന്നെ ഒരു കൊച്ചിന് ഒരു ജീവൻ്റെ വില ഉള്ളൂ എന്നാണ് എനിക്കറിയേണ്ടത്. ഇങ്ങനെ തന്നെ ഇത് വേറെയും കൊച്ചുങ്ങളെയൊക്കെ കൊന്നിട്ടുണ്ട് അവരെല്ലാം ഇപ്പോഴും പറയുന്നുണ്ട്. കേസുണ്ട്. ഇവരെ പേരിന് കേസ് കൊടുത്ത് നടപടിയൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഇവര് എന്തിനും ഇവിടെ തുടരുന്നു? സൂപ്രണ്ട് ഒന്നും പറയുന്നില്ല. അവർക്ക് ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയണത്. ഒന്നും ചെയ്യാൻ പറ്റില്ല സൂപ്രണ്ട് പറയണത്. ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. എന്തിന് പിന്നെ ഇവര് സൂപ്രണ്ട് എന്ന് പറഞ്ഞ് കസേരയിൽ ഇരിക്കുന്ന എന്തിന് എന്നാണ് ഞാൻ ചോദിച്ചത്. നമുക്കതാ 2 ദിവസം കറക്റ്റായി കൊച്ചു മോർച്ചറിൽ ഇരുന്നിട്ട് ഇവരൊന്നും പറയാതെ ഇരുന്ന ഈ കൊച്ചു അവിടെ ഇരിക്കും, ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് താലൂക്ക് ആശുപത്രി പറഞ്ഞ് ഇവിടെ വന്ന ഇനി ഇത് തന്നെ ഉണ്ട്. ഇവരെ ഈ സർവീസിൽ ഇരിക്കുക ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാം മറ്റൊരു സ്ഥലത്തുണ്ടെങ്കിൽ ഇവരെ സസ്പെൻഡ് ചെയ്ത് STS ആക്ട് അനുസരിച്ച് ഇവരെ പേരിൽ നടപടി എടുക്കണമെന്നാണ് ഞാൻ പറയാനുള്ളത്. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. പണം ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് ഇപ്പോൾ ഡെലിവറിക്ക് റൂമിൽ കാണണമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഏതാണ്ട് ആളുകൾ സംസാരിച്ച് വരുന്ന രീതി ഇതാണ് രീതിയാണ്. അത് 3,000 മാറ്റം കൊടുത്ത് വാങ്ങില്ല, 5,000 തന്നെ കൊടുക്കണമെന്നാണ് അവർ പറയണത്. അപ്പോൾ ഈ 4 ആളുകൾ പറയുന്ന രീതി അതാണ്. അപ്പം നമ്മൾ കണ്ടിട്ടില്ല. അതായിരിക്കും. പത്രത്തിലാണ് ടോം ഈ ഒരു വിഷയത്തിൽ ഗുരുതരമായ ആരോപണമാണ് കുടുംബം ആരോപിക്കുന്നത്. കാരണം പണം വാങ്ങിയിരിക്കുന്നു. നേരത്തെ ഭർത്താവിൻ്റെ വാക്കിൽ തന്നെ വ്യക്തമായിരുന്നു. 2 തവണയായി സ്വകാര്യ പ്രാക്ടീസിനിടെ 5,000 രൂപ വെച്ച് 2 തവണയായി 10,000 രൂപ നൽകിയിരുന്നെന്ന് ഭർത്താവ് പ്രതികരിച്ചിരുന്നു. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഡെലിവറി റൂമിൽ, അതായത് ലേബർ റൂമിലേക്ക് എത്തിച്ചപ്പോൾ അവിടുന്ന് പണം ആവശ്യപ്പെട്ടിരുന്നു. നേരിട്ടല്ലെങ്കിൽ പോലും പണം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കുട്ടി നഷ്ടപ്പെട്ട യുവതിയുടെ അമ്മ പ്രതികരിച്ചത്. ഇതിൽ അതായത് തുടർച്ചയായി പല തവണയായി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ ഒരാഴ്ച മുൻപ് ഉണ്ടായ ഒരു വിഷയത്തിൽ ഈ ഡോക്ടറുടെ ചികിത്സാ പിഴവിന്റെ ഭാഗമായി ഒരു യുവതിക്ക് കൂടുതൽ അതാണ് സാരംഗ്. ഇതിനു മുൻപും ഇതേ ഡോക്ടർക്കെതിരെ, ഡോക്ടർ ബിന്ദുവിനെതിരെ സമാനമായ രീതിയിലുള്ള നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുള്ളതാണ്. ചികിത്സാ പിഴവ്, സാമ്പത്തിക ആരോപണം അടക്കം. ഇവിടെ ഈ കുഞ്ഞിൻ്റെ പിതാവും ഇക്കാര്യം നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. 5,000 രൂപ തങ്ങളുടെ പക്കൽ നിന്നും ഈ ഡോക്ടർ വാങ്ങിയെന്ന്. അങ്ങനെ
ഒരാരോപണം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു അന്വേഷണ വിധേയമായിട്ടെങ്കിലും സസ്പെൻഡ് ചെയ്യേണ്ടതല്ലേ? സ്ഥലം മാറ്റി ഈ വിഷയത്തിൽ നിന്നും ഈ ഡോക്ടറെ സംരക്ഷിക്കാനുള്ള നീക്കമല്ലേ ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ഈ ഒരു ആരോഗ്യവകുപ്പിന്റെ തടിതപ്പൽ നയമായിട്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികളടക്കം ഇതിനെ വിമർശിക്കുന്നത്. കാരണം ഇവർക്കെതിരെ കൃത്യമായൊരു നിലപാടെടുക്കാൻ ആരോഗ്യവകുപ്പിനായിക്കോട്ടെ ഇവിടുത്തെ സൂപ്രണ്ടിനായിക്കോട്ടെ എടുക്കാൻ പറ്റുന്നില്ല. കാരണം അപൂർവങ്ങളായി നടക്കുന്ന ഒരു ചികിത്സാ പിഴവോ അത്തരത്തിലുള്ള ഒരു ജീവൻ നഷ്ടപ്പെട്ട സംഭവമല്ല. തുടർച്ചയായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അതിലെല്ലാം പരാതിയുണ്ട്, അന്വേഷണം നിലനിൽക്കുന്നു. അപ്പോഴും പിന്നീടുണ്ടാകുന്ന ഒരു പ്രശ്നത്തിൽ പോലും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ മുതിരാതെ അതിന് പകരം സ്ഥലമാറ്റൽ നടപടിയിലേക്ക് ഒതുക്കുന്നു എന്നാണ് കുടുംബത്തിൻ്റെയും രാഷ്ട്രീയ കക്ഷികളുടെ അടക്കം ആരോപണം. അതിലാണ് ഇപ്പോൾ പ്രതിഷേധം കനക്കുന്നത്. കാരണം മറ്റൊരു ആശുപത്രിയിലേക്ക് പോയാലും ഇത്തരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ഇങ്ങനെ ചികിത്സാ പിഴവിന് ആരോപണ വിധേയമായിരിക്കുന്ന ഡോക്ടർ ആയിക്കോട്ടെ, അവർ കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുമെന്ന രീതിയിലേക്കാണ് കുടുംബത്തിൻ്റെ ആരോപണം. മാത്രമല്ല ഇവർ കൂടുതൽ, അതായത് പണം കൂടുതൽ ആവശ്യപ്പെടുന്നു. ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ഒരു ഡോക്ടറാണ്. അവർ 2 തവണ സ്വകാര്യ പ്രാക്ടീസിനിടെ പണം വാങ്ങി എന്നാണ് പറയുന്നത്. അതിനൊപ്പം തന്നെ ലേബർ റൂമിൽ നിന്നും പണം വാങ്ങുന്ന ഒരു ശീലമുള്ള ഒരു ഡോക്ടറാണ്. അതിലടക്കം അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നു. അപ്പോഴും ആരോഗ്യ വകുപ്പിന് ഇതിൽ കൃത്യമായ നിലപാടെടുക്കാൻ കഴിയുന്നില്ല. അതിലാണ് ഇപ്പോഴും പ്രതിഷേധം തുടരുന്നത്. സാരംഗ്, നിലവില് കുടുംബത്തിൻ്റെയും രാഷ്ട്രീയ കക്ഷികളുടെയും നിലപാട് എന്താണ്? ഈ ഡോക്ടർക്കെതിരെ കടുത്ത നടപടി, അറസ്റ്റിലേക്ക് അടക്കം പോയില്ലെങ്കിൽ മൃതദേഹം ഏറ്റെടുക്കില്ല എന്ന നിലപാട് ഇപ്പോഴും തുടരുകയാണോ അവർ? തീർച്ചയായിട്ടും. കാരണം ഇവിടെ തന്നെയുള്ള മോർച്ചറിയിൽ കുഞ്ഞിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു, കൃത്യമായി പറയുകയാണെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു മൃതദേഹം ഈ ഒരു പോസ്റ്റ്മോർട്ടം, അതായത് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുടുംബവും ഈ കുട്ടിയും ഇവിടെ തന്നെ തുടരുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് പോലും കുടുംബം തയ്യാറായിട്ടില്ല, അവർ അതിന് സമ്മതം അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ട്, അതായത് ഈ ഒരു സൂപ്രണ്ടിൻ്റെ ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുക, ഇതിലൊരു കടുത്ത തീരുമാനം അല്ലെങ്കിൽ കർശനമായ ഒരു നടപടി എടുക്കുന്നത് വരെ ഈ ഒരു പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. പ്രധാനമായുമുള്ള ആവശ്യം സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ഈ ഡോക്ടറെ അറസ്റ്റ് ചെയ്യണം. ഈ ഒരു സംഭവം നടന്ന സമയത്തടക്കം നാട്ടുകാരും ഈ കുടുംബക്കാരും അടക്കം ഇടപെട്ടിട്ടായിരുന്നു ഡോക്ടറെ തടഞ്ഞു വെക്കുക അടക്കം ചെയ്തിരുന്നു. എന്നിട്ടും ഈ ഒരു സംഭവത്തിൽ കൃത്യമായി നിലപാടെടുക്കുന്നില്ല. എല്ലാ രാഷ്ട്രീയ കക്ഷികളും, DYFI അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇവിടത്തേക്ക് പ്രകടനവും പ്രതിഷേധവും നടത്തിയിട്ടുണ്ട്. എന്നിട്ടും ഡോക്ടറെ സംരക്ഷിക്കുന്ന നിലപാട് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ സ്ഥലം മാറ്റത്തിൽ ഒതുക്കാതെ കർശന നടപടി എടുത്താൽ മാത്രമേ ഇൻക്വസ്റ്റ് നടപടികളുമായി സഹകരിക്കുള്ളൂ. എന്നാൽ മാത്രമേ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഇവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ അനുവാദം നൽകുകയുള്ളൂ എന്നാണ് കുടുംബം ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. നേരത്തെ ഉച്ചയോടുകൂടി RDOയും ഒപ്പം തന്നെ DMOയും ഒപ്പം ചേർന്നിട്ടുള്ള സൂപ്രണ്ടിനൊപ്പമുള്ള ചർച്ച നടന്നിരുന്നു. പക്ഷേ അതിൽ ഒരു സമവായത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. എന്തായാലും ഇനി കൂടുതൽ ചർച്ചകൾക്കും സാധ്യതയുണ്ട്. കാരണം കുടുംബം ഇവിടെ തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് കേട്ടോ. വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ കുഞ്ഞു മരിച്ച സംഭവത്തിലാണ് പ്രതിഷേധവുമായി കുടുംബവും നാട്ടുകാരും രംഗത്തെത്തിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.